അവനവനല്ലാതെ സ്വന്തം ജീവിതത്തിൽ എപ്പോഴും കൂടെ നിൽക്കുവാൻ മറ്റാരുമുണ്ടാകില്ല. എന്നാൽ മനുഷ്യൻ ഈ സത്യത്തെ അംഗീകരിക്കാൻ വളരെയധികം പ്രയാസപ്പെടുന്നു. ഈ കാരണത്താൽ മനുഷ്യൻ ജീവിതകാലം മുഴുവനും ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യന് സമയമാകുമ്പോൾ എന്താണ് ലഭിക്കേണ്ടത് അത് ലഭിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ അവനവന് സമയം അനുവദിച്ചു നൽകുന്നില്ല. സമയത്തിനും സമയവും അനുവദിച്ചു നൽകുന്നില്ല. ആരെയെങ്കിലും നിങ്ങൾ സഹിക്കുകയാണെങ്കിൽ അവർക്ക് പലതവണ നിങ്ങൾ അവസരം നൽകാതിരിക്കുക. അവർക്ക് എത്രമാത്രം അവസരങ്ങൾ നൽകണമോ അത്രമാത്രം അവസരങ്ങൾ നൽകുക. അല്ലെങ്കിൽ അതുകൊണ്ട് ആ വ്യക്തിക്കും ഗുണമുണ്ടാവുകയില്ല, നിങ്ങൾക്കും ഗുണമുണ്ടാവുകയില്ല. നിങ്ങൾ നൽകിയ ആ അവസരത്തിന് വിലയുണ്ടാകുകയില്ല. ബുദ്ധിശൂന്യന്മാരുടെ കാതുകൾ എപ്പോഴും അടഞ്ഞിരിക്കും, അവരുടെ വായകൾ എപ്പോഴും തുറന്നിരിക്കും. എന്നാൽ ബുദ്ധിമാന്മാർ വായടച്ച് കാതുകൾ തുറന്നു വെച്ചിരിക്കുന്നവരായിരിക്കും. കരയുന്നവനെ കരയിപ്പിക്കുക, ഭയപ്പെടുന്നവനെ ഭയപ്പെടുത്തുക. ഇതാണ് ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ രീതി. അതുകൊണ്ട് ഒരിക്കലും കരയാതിരിക്കൂ, ഒരിക്കലും ഭയപ്പെടാതിരിക്കുക. ഇതുമാത്രമാണ് ഈ ലോകത്തിലെ മനുഷ്യരെ വിജയിക്കുവാനുള്ള രീതി. നിങ്ങൾ അവനവനോട് തന്നെ നുണ പറയാതിരിക്കുക. കാരണം അവനവനെ വഞ്ചിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും തന്നെ നേടുവാനില്ല. സ്വന്തം പരിശ്രമം എന്ന അവനവന്റെ കയ്യിൽ തന്നെ പിടിക്കുക. എങ്കിൽ പിന്നെ മറ്റാരുടെയും കാലിൽ പിടിക്കേണ്ടതായി വരില്ല. സ്വന്തം സമയത്തെ ശക്തമായി ഉപയോഗിക്കാൻ പഠിച്ചവർക്ക് മോശം സമയമെന്നത് ജീവിതത്തിൽ വന്നു ചേരുകയില്ല. ഒരു ചെറിയ വിത്ത് വലിയൊരു വൃക്ഷത്തിന് ജന്മം നൽകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഒരു നല്ല ചിന്ത നിങ്ങൾക്ക് അനന്തമായ ഒരു സന്തോഷത്തിന് ജന്മം നൽകും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും വെറുക്കരുത്. നിങ്ങൾ ജീവിക്കുന്ന പോലെയെങ്കിലും ജീവിക്കണമെന്ന് ഒരുപാട് പേർ സ്വപ്നം കാണുന്നുണ്ട് എന്നത് ഓർക്കുക. സമുദ്രം എല്ലാവർക്കും വേണ്ടി ഒന്നാണുള്ളത്. എന്നാലും ചിലർ സമുദ്രത്തിൽ നിന്നും മുത്തുകൾ വാരുന്നു, മറ്റു ചിലർ മീൻ പിടിക്കുന്നു. എന്നാൽ കേവലം ചിലർ തിരമാലകളിൽ കളിക്കുന്നു. ജീവിതവും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന്. നിങ്ങളുടെ കാലൊരു കല്ലിൽ തട്ടി നിങ്ങൾ മറിഞ്ഞു വീണാൽ നിങ്ങൾ കല്ലിനെ ദോഷം പറയും. എന്നാൽ നിങ്ങൾക്ക് സത്യമറിയാം, ആ കല്ലല്ല നിങ്ങളെ വീഴ്ത്തിയത്, നിങ്ങളുടെ അശ്രദ്ധയാണ് നിങ്ങളെ വീഴ്ത്തിയതെന്ന്. ഇതിൽ നിന്നും ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും ലോകത്തെ ദോഷം പറയേണ്ട. ലോകം എല്ലാവർക്കും ഒന്നല്ല. നിങ്ങൾ എങ്ങനെയാണോ ഈ ലോകത്തെ കാണുന്നത് അതുപോലെയിരിക്കും നിങ്ങളുടെ ലോകം. മനുഷ്യന് ഒരു കാര്യത്തെക്കുറിച്ച് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് 1000-ലധികം നല്ല വർണ്ണനകൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതേ മനുഷ്യൻ തന്നെ ഈ കാര്യത്തെ വെറുത്തു കഴിഞ്ഞാൽ 1000 കുറ്റങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പറയാനുണ്ടാകും. വാസ്തവത്തിൽ ഈ കാര്യം കുറ്റങ്ങൾ നിറഞ്ഞതാണോ അതോ ഗുണങ്ങൾ നിറഞ്ഞതാണോ? ഇതെല്ലാം കേവലം മനുഷ്യന്റെ ചിന്താഗതിക്കനുസരിച്ച് മാത്രമാണുള്ളത്. ചെറുപ്പകാലത്തിൽ മനുഷ്യൻ തന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വൃദ്ധനാകുമ്പോൾ മനുഷ്യൻ തന്റെ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാരണം കൊണ്ട് തന്നെ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ മുഴുവനും ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം സന്തോഷം നിലനിൽക്കുന്നത് വർത്തമാനകാലത്തിലാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവർ ഭൂതകാലത്തിലോ ഭാവിയിലോ അല്ല ജീവിക്കുന്നത്, വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നത്. ഓട്ടപ്പന്തയത്തിൽ വിജയിക്കുന്ന കുതിരയ്ക്കറിയില്ല വിജയം എന്താണ്, തോൽവി എന്താണെന്ന്. കുതിര ഓടുന്നത് തന്റെ മേലിരിക്കുന്ന കേവലം വ്യക്തിയുടെ കടിഞ്ഞാണിന്റെ വലിവനുസരിച്ച് മാത്രമാണ്. തന്റെ മേലേൽക്കുന്ന പ്രഹരങ്ങൾക്കനുസരിച്ചാണ്. ഇതുപോലെ നിങ്ങൾക്കും വലിവുകൾ തോന്നുന്നുവെങ്കിൽ, പ്രഹരങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ ഉള്ളിലിരുന്നു കൊണ്ട് നിങ്ങളെ നയിക്കുന്ന ഏതോ ഒരു ശക്തി നിങ്ങൾ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നത്.
ഒരു വൃക്ഷം തൻ്റെ മരത്തിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന ഇലകൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ പുതിയ ഇലകൾ വരുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ജീവിതത്തിൽ ഇനിയും ഉണ്ടാകേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. തന്നെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ മനുഷ്യർക്ക് ഇഷ്ടമാണ്. കേൾക്കുന്നത് നുണയാണെങ്കിലും അത് മനുഷ്യരിൽ സന്തോഷമുളവാക്കുന്നു. എന്നാൽ തന്നെക്കുറിച്ച് യാഥാർത്ഥ്യങ്ങൾ കേൾക്കാൻ ആർക്കാണോ ഇഷ്ടം, അവർ മാത്രമാണ് ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കിയിട്ടുള്ളത്. ആരുടെയും സഹായമില്ലാതെ നിങ്ങൾ സ്വന്തം കാലിൽ ജീവിക്കാൻ പഠിക്കും. കാരണം നിങ്ങളെ സഹായിക്കുന്ന വ്യക്തി എത്ര ശക്തനാണെങ്കിലും ഒരു നാൾ ആ സഹായവും ഇല്ലാതാകുന്ന ഒരു ദിവസം വരും. നിങ്ങൾ സഫലതകൾ നേടുന്ന സമയത്ത് നിങ്ങൾക്ക് ചുറ്റും ഈ ലോകം തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ സംഘർഷങ്ങൾ നേരിടുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ തന്നെ നിങ്ങൾക്കൊപ്പം ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന ശീലമുണ്ടാക്കണം. അല്ലാത്ത പക്ഷം സംഘർഷത്തിന്റെ സമയങ്ങളിൽ നിങ്ങൾക്കും വലിയ സംഘർഷമായി അത് മാറും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.